പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ്, ലയണൽ മെസ്സിക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് എന്തുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കിട്ടുന്നില്ല? അതിനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. Ha ganado 3 títulos por Portugal. Antes de Cristiano, Portugal no tenía ganado ningún título. Pues contento. La verdad que el mayor título que gané en la selección fue 2016. Que para mí tiene la misma dimensión que un mundial, sinceramente. Por eso... I did my best. I have won 3 titles with Portugal. Before Cristiano Ronaldo, Portugal had nothing. The biggest title the national team has ever won was Euro 2016. For me, it is on same level as the World Cup. ഇന്നലെ വേൾഡ് കപ്പ് മത്സരം കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകളാണ്. ഇന്നലത്തെ ഗെയിം കഴിഞ്ഞിട്ട് ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോനെ കുറിച്ച് കൂടുതൽ നെഗറ്റീവായിട്ടോ അങ്ങനെ ഒന്നും പറയാനായിട്ട് ശ്രമിച്ചില്ല. ബിക്കോസ് ഔട്ട് ഓഫ് റെസ്പെക്ട്, വേൾഡ് കപ്പ് എൻഡ് ചെയ്തു, വേൾഡ് കപ്പ് ഡ്രീം അവസാനിച്ചു. അപ്പോൾ ഒരു റെസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് പറയണം എന്നുള്ള തോന്നൽ വന്നു. ബിക്കോസ് ഇതിൻ്റെ അകത്ത് പലപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഐ എന്നുള്ള വാക്കാണ് എപ്പോഴും പറയുന്നത്. ഐ അല്ലെങ്കിൽ മീ എന്നുള്ള വാക്കുകൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഇതാണ്. ലൈക്ക് ഐ ഹാവ് നെവർ ഹേർഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ സെയിങ് വി ആസ് എ ഗ്രൂപ്പ്. അങ്ങനെയൊന്നുമില്ല, എപ്പോഴും ഐ എന്നുള്ളൊരു ഇതാണ്. സോ ഹീ ഈസ് സെൽഫ് ഒബ്സെസ്ഡ്, സെൽഫ് സെൻറ്റേർഡ് പേഴ്സൺ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സമയം മെസ്സി ആണെങ്കിൽ ഒരു കപ്പ് വിജയിച്ചതിന് ശേഷമൊന്നും അങ്ങനെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കത്തില്ല. ഹീ ഈസ് ജസ്റ്റ് വൺ ഇറ്റ്, അത് കഴിഞ്ഞിട്ട് തീർന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രീമാണ്, അത് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ മെസ്സി വേൾഡ് കപ്പ് വിൻ ചെയ്തതിന് ശേഷം പിന്നീട് ഈ വേൾഡ് കപ്പിന് എന്ന് പറഞ്ഞാൽ വലിയ പ്രസക്തി ഇല്ലാതെ, ആൻഡ് ഹീ ഈസ് സെയിങ് ദാറ്റ് ഇറ്റ്സ് ജസ്റ്റ് എ 6 to 7 ഗെയിംസ് ടൂർണമെൻറ്റ്, അതുകൊണ്ട് ഒന്നും ഇല്ല എന്നുള്ള പറച്ചിലാണ് പറയുന്നത്. സോ ഇത് തന്നെയാണ് റൊണാൾഡോയുടെ പ്രോബ്ലം. സി, ഇഫ് യു ഡു നോട്ട് ഹാവ് എ പ്രോബ്ലം വിത്ത് ദാറ്റ്, വൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇറ്റ്? 41 വയസ്സുമായിട്ട് ഈ വേൾഡ് കപ്പിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നെന്തിനാ? അതിൽ വേറെ ചെറുപ്പക്കാർ പയ്യന്മാർ റൊണാൾഡോനെ കാരണം ഓപ്പർച്യൂണിറ്റി കിട്ടാതെ പുറത്തിരിക്കുന്നുണ്ട്. ദേ കുഡ് ഹാവ് ഹാഡ് എ ചാൻസ്, ദേ കുഡ് ഹാവ് പെർഫോം ബെറ്റർ ഇഫ് യു ഡു നോട്ട് തിങ്ക് ദാറ്റ് വേൾഡ് കപ്പ് ഇസ് നത്തിങ്, അല്ലെങ്കിൽ അതിന് അത്രയും വാല്യൂ ഇല്ലയെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പുറത്തിരിക്കുക, വേറെ പിള്ളേർക്ക് അവസരം കൊടുക്കുക, അല്ലെങ്കിൽ ടീമിൽ എന്നെ സെലക്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് പുറത്തിരിക്കായിരുന്നു. ഇത് തോറ്റ് പുറത്ത് പോകുമ്പം ഇത് വലിയ സംഭവമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടും അതിന് മുമ്പ് വരുമ്പോൾ ഓക്കെ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് പോകുന്നതിന് ഓക്കെ അതൊരു വിലയുണ്ട്. സെയിങ് ദാറ്റ് വി ട്രൈഡ്, അങ്ങനെ പറയാം. ഇതെന്ന് പറഞ്ഞാൽ ഐ വൺ ഫോർ പോർച്ചുഗൽ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒറ്റയ്ക്കാണ് പോർച്ചുഗലിന് കപ്പെടുത്ത് കൊടുത്തത്? ഒരിക്കലും അല്ല. 11 versus 1 ഒന്നും അല്ല, 11 versus 11 തന്നെയാണ് ഗ്രൗണ്ടിൽ കളിക്കുന്നത്. സോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ് വൺ അമംഗ് ദ പീപ്പിൾ ഹു ആർ പ്ലേയിങ് ഫോർ ദ പോർച്ചുഗൽ ടീം. പിന്നെ എടുത്ത് പറയുന്ന 2016 വേൾഡ് കപ്പ് സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അന്ന് നേടിയിരിക്കുന്ന പറഞ്ഞാൽ വെറും 3 ഗോൾ മാത്രമാണ്. ഒരു 7 ഗെയിംസ് ടൂർണമെൻറ്റ് ഫൈനൽ വരെ കളിച്ചതിൽ 3 ഗോൾ അടിച്ചിട്ട് മാത്രമാണ് റൊണാൾഡോ ടീമിനെ ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. അല്ലാതെ അങ്ങ് വേൾഡ് ക്ലാസ് പെർഫോമൻസോ അല്ലെങ്കിൽ ഓവർ ദ മൂൺ പെർഫോമൻസോ സംഭവങ്ങളൊന്നും കാണിച്ചിട്ട് മാസ്മരികത ഒന്നും കാണിച്ചിട്ടൊന്നും അല്ല. ആൻഡ് ഫൈനലിൽ പരിക്ക് വന്ന് പുറത്തിരുന്നു. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇഫ് റൊണാൾഡോ ഹാഡ് സ്റ്റേഡ് ഓൺ ദറ്റ് പിച്ച്, കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പോർച്ചുഗൽ ആ കപ്പ് എടുക്കത്തില്ലായിരിക്കും. സോ ഇഫ് ഹി ഹാഡ് സ്റ്റേഡ്, ഇത് പരിക്ക് വന്ന് പുറത്ത് പോയതിൻ്റെ ഭാഗമായിട്ട് ടീമിന് പ്രത്യേകം അവർക്ക് കളിക്കാനായിട്ട് ബെറ്ററായിട്ട് കളിക്കാൻ പറ്റി. അങ്ങനെയാണ് അവർ കപ്പ് കൊണ്ടുവന്നത്. അല്ലാതെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒറ്റയ്ക്ക് അങ്ങ് നേടിയെന്ന് സ്വന്തമായിട്ട് പറഞ്ഞിരുന്നാൽ ദാറ്റ് ഇസ് വൈ യു ലൂസ് യുവർ റെസ്പെക്ട്. പീപ്പിൾ ഡു നോട്ട് വാല്യൂ യുവർ ഒപ്പീനിയൻ. അതിന് പകരം ആസ് എ ടീം ഞങ്ങൾ കളിച്ചു, ആസ് എ ടീം നമ്മൾ തോറ്റു, ആസ് എ ടീം നമ്മൾ ജയിച്ചു എന്ന് പറയുന്നതിലൊരു അർത്ഥമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മീ ഐ ഇതാണ് സംഭവം. സോ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മുമ്പും പോർച്ചുഗൽ ഉണ്ടായിരുന്നു, കപ്പടിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ദ ലെജൻഡറി യുസേബിയോ ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ 3rd പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഫൈനലിലൊക്കെ വേൾഡ് കപ്പിൻ്റെ. സോ അന്ന് ഒക്കെ ടീമും ഉണ്ടായിരുന്നു. ഈവൻ ആഫ്റ്റർ ക്രിസ്ത്യാനോ റൊണാൾഡോയും ടീം ഉണ്ടാകുകയും ചെയ്യും. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് യു ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇറ്റ്സ് അബൌട്ട് ദ ടീം.